എൻ്റെ തൊട്ട് ബാക്കിൽ കണ്ടോ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനാണ് കാണാൻ കഴിയുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. വെയിലുണ്ടെങ്കിലും എന്താ പറയുക, നമ്മളിങ്ങനെ വെറുപ്പിക്കുന്ന വെയിലില്ല, അത്ര വലിയ വെയിലൊന്നും അല്ല കേട്ടോ. നമുക്ക് ലോറിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വയ്യ. ഇവിടുത്തെ ബാർബർ ഷോപ്പുകളുണ്ടോ ഫ്രണ്ട്സ്? നമ്മളിപ്പോൾ ഒരു മഠാപ്പാറ അങ്ങനത്തെ ഒരു സ്ഥലത്തിൻ്റെ ഹിന്ദിയിൽ എഴുതിയിട്ടുള്ളത് കഷ്ടിച്ച് വായിച്ചാട്ടോ. അവിടെ എത്തുമ്പോഴേക്കും നട്ടിലിൻ്റെ ടവർ ബോൾട്ട് മൊത്തം പൊട്ടും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിപ്പോൾ രായ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സിൽത്താര വഴി സിംഗാവ് എന്നൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഛത്തീസ്ഗഡിലാണ്. കാൽനടയായിട്ടും അതുപോലെ തന്നെ ഇതാ കാണുന്ന ലോറി പോലുള്ള വാഹനങ്ങളിൽ ലിഫ്റ്റ് അടിച്ചിട്ടൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നമ്മുടെ രായ്പൂരിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചെന്ന് കരുതുന്നു. എന്താ പറയുക, എന്നോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ്റ്റ് വെഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു വലിയ ലിഫ്റ്റ് വന്നിട്ട് ഒരു 2 കിലോമീറ്ററോളം കൊണ്ടാക്കി കേട്ടോ. ഇതിപ്പോൾ ഏതൊക്കെയോ ഒരു സ്ഥലം, അത്യാവശ്യം കാടും അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു എന്താ പറയുക ഭൂപ്രദേശമാണ് ഈ കാണുന്നത്. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൽ കൂടി യാത്ര ചെയ്യാൻ. ഒരു പ്രത്യേകതരം രസം. നമ്മുടെ യാത്ര പറയുന്നത് ഭയങ്കര അഡ്വഞ്ചറായിരിക്കും. എനിക്കിങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങളെ മുന്നിലും എത്തിക്കാന്നുള്ള ഒരേ ഒരു ഉദ്ദേശം കേട്ടോ എനിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ 2 ബൈക്കിൽ ലിഫ്റ്റ് അടിച്ച് വന്നു. ലോറിക്കാരന്മാർ ഭയങ്കര പോക്ക് പോകണം, അപ്പോൾ അവർ നിർത്തുന്നില്ല. നോക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ലോറിയിൽ ലിഫ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നല്ല വെയിലുണ്ട്. വെയിലുണ്ടെങ്കിലും എന്താ പറയുക, നമ്മളിങ്ങനെ വെറുപ്പിക്കുന്ന വെയിലില്ല, അത്ര വലിയ വെയിലൊന്നും അല്ല കേട്ടോ. നമ്മൾ ഒരു സാധാരണ രാവിലെ സമയത്ത്, ഇപ്പോൾ സമയം 2 മണിയാണ്, രാവിലെ സമയത്ത് ഒരു 9 മണിക്ക് അടിക്കുന്ന വെയിലില്ലേ, ആ ഒരു ചൂടേ ഉള്ളൂ. ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പ്രദേശത്ത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു ലോറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലോറിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വയ്യ ഉണ്ടല്ലേ. നമ്മൾ കുറച്ച് ദൂരം ലിഫ്റ്റ് വരെ പറഞ്ഞു. ഇപ്പോഴും വണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ കയറിക്കാൻ പറഞ്ഞു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. റോഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ചിലയിടത്തൊക്കെ പൊട്ടിപ്പൊളിയൊക്കെ ഉണ്ട്. അതൊക്കെയോ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ലോറിയും വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു മെയിൻ റോഡാണ് കേട്ടോ. ഇത് പോകുന്നത് ബിലാസ്പൂർ റോഡിലോട്ടാണ്. നമ്മളിനി സിൽത്താരയിൽ നിന്ന് സിംഗ, അതിനുശേഷം ബിലാസ്പൂർ. ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. ലോറിയൊക്കെ നേരാക്കുന്ന ഇഷ്ടംപോലെ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മെയിൻ ലോറിയൊക്കെ പോകുന്ന ഏരിയകളാണ് കേട്ടോ. നമ്മൾ ഈ പാലത്ത് നിന്ന് നേരെ ആ റൂട്ടാണ്. ഇവിടെ 100 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൊണ്ടാക്കി തന്ന മൂപ്പരുടെ വീടാട്ടോ ഈ ബിലാസ്പൂർ എന്ന് പറയുന്നത്. ഇവിടുന്ന് 100 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. എനിക്ക് തെറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അപ്പുറത്ത് പോയിട്ട് അവിടുന്ന് ലിഫ്റ്റ് അടിക്കാൻ തുടങ്ങാം കേട്ടോ. ഇവിടുത്തെ ഏരിയലിൻ്റെ അവസ്ഥ കണ്ടോ ഗൈസ്, ഭയങ്കര പരിതാപകരമാണ് കേട്ടോ. കുറച്ചുകൂടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര പൊടിയും കച്ചറകൾ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്തൊക്കെ. കണ്ടില്ലേ, ഇവിടെ പഴയ ചാമ്പോയിപ്പൊക്കെ ഉണ്ട്. കുറേ അധികം ലോറികളൊക്കെ പോകുന്നുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ഭയങ്കര ഷോക്ക് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും കന്നുകാലികളാണ്. ആകെ നാശാക്കി വെച്ചിട്ടുണ്ടാവും എല്ലാ ഭാഗത്തും. അവിടെ നോക്കിയ ഫ്രണ്ട്സ്, ഇതൊക്കെ വലിയ വലിയ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊരു റോഡ് NH പോകുന്നുണ്ട്. ഇത് NH നേരെ പോയി അവിടെ ജോയിൻ ആവും. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. ഉണ്ടവന്മാർ കുറേ ഉണ്ട് കേട്ടോ എല്ലായിടത്തും. റോഡിന് നടുക്കൊക്കെ നിൽക്കണതാണ്. അവിടെ ദൂരമായിട്ടൊരു എന്താ പറയുക വലിയ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. വലിയൊരു വെയർ ഹൗസ് പോലെ ഉണ്ട് കാണുമ്പോൾ, കണ്ടില്ലേ. ഇത് ഫുള്ള് എന്തൊക്കെയോ വെള്ളമോട്ടെ ഈ ഭാഗത്തൊക്കെ. വെള്ളത്തിൽ നിന്ന് മുളച്ചെന്ന് എന്തൊക്കെയോ ചെടികളൊക്കെയാണ്. അവിടെ കാറൊക്കെ കിടക്കുന്നുണ്ട്. ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഉള്ളതേ അറിയുന്നില്ല. അവിടെ ചെറിയൊരു ടെമ്പിളെ കാണാൻ കഴിയും. അവിടെ ഒരു കുളമുണ്ട് കൈസ്, ഇതാ ഭാഗത്ത്. ഇതൊരു കുളമാണ് കേട്ടോ. നട്ടുച്ച വേലത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ചൂട് അറിയുന്നില്ല. അതെത്രയോ നല്ലൊരു കാര്യമാണ്. കുറേ അധികം വണ്ടികൾ കൈ കാണിച്ചു. അപ്പോൾ മെയിൻ റോഡായതുകൊണ്ട് ആരും നിർത്തുന്നില്ല. ബൈക്കുകാരന്മാർ പിന്നെ നിർത്തുന്നുണ്ട് കേട്ടോ. ഏതായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരും നമ്മൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതെന്തോ വന്ദന ഗ്ലോബൽ കൊണ്ട് റോഡൊക്കെ പോകുന്നുണ്ട്. എന്തൊക്കെയോ സംഭവം ഉണ്ട് കേട്ടോ അവിടെ. എന്താ പേരൊന്നും വായിക്കാറില്ല, അതുകൊണ്ട്
വായിക്കാൻ നിൽക്കുന്നില്ല. ഇവിടുത്തെ അവസ്ഥ ഇതാണ്, കണ്ടില്ലേ? ഭയങ്കര ഇതെന്താ ഫുള്ള് കറുപ്പ് പൊടിയാണല്ലോ. ഇവിടുത്തെ എന്തൊക്കെയോ ഫാക്ടറീസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ ഈ റോഡ് ഇങ്ങനെ അവസ്ഥ. കണ്ടില്ല എന്തൊക്കെ ഉണ്ട്, മണ്ണുണ്ട്, ഫുള്ള് കറുപ്പ് കളറാണ്. എന്താണെന്നറിയില്ല. ഇവിടെ ചെറിയൊരു മന്ദിരമൊക്കെ ഉണ്ട് കണ്ടോ, മേലെ കൂടെ കേട്ടോ മെയിൻ റോഡ് പോകുന്നത്. ഈ കാണുന്ന ചെറിയൊരു അമ്പലം കാര്യങ്ങളെന്തോ കേട്ടോ. ഒരു ഭയ്യ പോകുന്നുണ്ടായിരുന്നു, മുപ്പ ഇതിയാണ് പോകുന്നത്, അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. നേരെ പോകുന്ന റോഡിൽ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കട്ടോ. ആളുകൾക്ക് ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ, നല്ല സംസാരം കാര്യങ്ങളൊക്കെയാണ്, വല്ല പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഫുള്ള് ലോറികൾ വരുന്ന സ്ഥലം ആയതുകൊണ്ട് ഇതുപോലെ കുറേ പഞ്ചർ വർക്കും അതുപോലെ തന്നെ ഈ മെക്കാനിക് ഷെഡൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ലോറികളുടെ. എല്ലായിടത്തും ഇതുപോലത്തെ പെട്രോൾ പമ്പുള്ള കാരണം കൊണ്ട് നമുക്ക് ടോയ്ലറ്റ് സൗകര്യവും അതുപോലെ തന്നെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സിൽത്താരയും കടന്ന് കുറേ ദൂരം വന്നുട്ടോ. വരുന്ന വഴിക്ക് ഒരു ബായിൻ്റെ അടുത്ത് ഒരു കാറിൽ ലിഫ്റ്റ് കിട്ടി. അത് നല്ലൊരു ബൈട്ടോ, നന്നായിട്ട് സംസാരിക്കുകയും ചെയ്തു. നമ്മൾ ബിലാസ്പൂർ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് മെയിൻ NH ആണ്. ഇനി കുറേ ദൂരം പോകാനുണ്ട് കേട്ടോ. ഇവിടെ കുർണ ബിലാസ്പൂർ കൊണ്ട് റോഡുണ്ട്, കണ്ടില്ലേ? കുർണ ലെഫ്റ്റിലോട്ട്, ബിലാസ്പൂർ നേരെ. ഇനിയും കുറേ പോകാനുണ്ട്. എനിക്കെന്തോ സമാധാനമുള്ള ഒറ്റ കാര്യം എന്താ അറിയോ, വെയിൽ ഭയങ്കര കുറവാണ്. ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ, ഭയങ്കര നാടനായിട്ടുള്ളൊരു ഏരിയ. അതായത് നമുക്ക് നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടി വരുന്ന സംഭവമില്ലേ, അതേ കാഴ്ചകൾ തന്നെയാണ്. ഈ കാണുന്നത് NH ആണ്, നാഷണൽ ഹൈവേ. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളടിപ്പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരു ഇതാ ലോറിയിൽ കയറാൻ നിൽക്കുന്നുണ്ട്. പോയി ചോദിച്ചു നോക്കട്ടെ, ഇല്ല നടക്കണാവോ? ഇല്ല, നമുക്കൊരു പോണില്ല, സസ്യായി. ഇവിടുത്തെ ഏരിയകളൊക്കെ കണ്ടില്ലേ, ഭയങ്കര എന്താ പറയുക, ഈ പാടങ്ങളും കൃഷി സ്ഥലങ്ങളൊക്കെ ആട്ടോ കൂടുതൽ ഈ ഭാഗത്തുള്ളത്. ഇതുണ്ടോ, നമ്മളിനി കുറച്ച് ദൂരം നേരെ പോകണം. ഇനി നേരെയുള്ള റോഡാട്ടോ, നേരെ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ ബിലാസ്പൂർ എത്തി. ഇവിടെ കൂടുതലും എന്താ പറയുക, ഫുള്ള് ഫാക്ടറീസും കാര്യങ്ങളും, ആകെ പൊല്യൂഷനാട്ടോ ഈ എല്ലാ ഭാഗത്തും. ഭയങ്കര കറുത്ത നിറത്തിലുള്ള മണ്ണും ഭയങ്കര കറുത്ത പൊടിയും പുകയും എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഛത്തീസ്ഗഡിലൂടെ നിങ്ങൾക്ക് റോഡ് മാർഗം യാത്ര ചെയ്യാൻ ഭയങ്കര സുഖം കേട്ടോ. അതായത് ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പോരാത്തതിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഞാൻ വരുമ്പോൾ തന്നെ, അതായത് ലോറിയിലൊക്കെ NH കൂടെ ലിഫ്റ്റ് അടിക്കാൻ കുറച്ച് കഷ്ടമാണ്, കാരണം പറന്ന് പോകല്ലോ വണ്ടി. അപ്പോൾ അവർ നിർത്തി തരാൻ കുറച്ച് കഷ്ടമായിരിക്കും. ഈ ലോക്കലായിട്ടുള്ള ഈ റോഡ് കൂടെയൊക്കെ താഴെ കൂടെയൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും. അതായത് NH താഴെ യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും. കാരണം എല്ലാം പോണ വണ്ടികൾ കൈകാട്ടെ അവരെന്തായാലും നിർത്തും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എല്ലാവരും, നല്ല ഹെൽപ്പിംഗ് മൈൻഡുള്ളവരാണ്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകളൊക്കെ കേട്ടോ, വീടുകളും ഗ്രാമങ്ങളൊക്കെയാണ്, കണ്ടില്ലേ? അത് NH-നോട് തൊട്ട് താഴെ തന്നെ കുറച്ച് ഗ്രാമങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ ആയിട്ട്. നീണ്ട് നിവർന്ന് നടക്കുന്ന റോഡും. വെയിൽ അടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് വെയിലടിക്കുന്നത് ഇവിടെ. കാരണം ഇവിടെ ചെറിയൊരു തണുപ്പുള്ളൊരു ഏരിയയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളൊക്കെ കേട്ടോ ഈ കാണുന്നത്, കണ്ടില്ലേ? ഭയങ്കര ശല്യമില്ലാത്തൊരു ഗ്രാമപ്രദേശം. അതായത് വല്ല ഒച്ചയും ബഹളമൊന്നുമില്ല, എല്ലാവരും കിടന്നുറങ്ങുണ്ടാവും. ഭയങ്കര സമാധാനമായിട്ടുള്ളൊരു ഗ്രാമപ്രദേശം. എല്ലായിടത്തും ഇതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ കൊടികളും ഫ്ലക്സൊക്കെ കാണാൻ കഴിയും ഈ ഭാഗത്ത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറേ ദൂരം യാത്ര ചെയ്തൊരു ദേമാകേതാവിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് എത്തിച്ചേർന്നുണ്ട് കേട്ടോ. വലിയൊരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടല്ലോ, ഇവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ മിലിറ്ററി ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, മിലിറ്ററി ഓഫീസേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ചെറിയൊരു ഗ്രാമപ്രദേശം കാര്യങ്ങളൊക്കെയാണ്. അവിടെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ പരിപാടി നടക്കേണ്ടി തോന്നുന്നു. നമുക്ക് പോകേണ്ടത് നേരെയാണ് കേട്ടോ. മിലിറ്ററി ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചായക്കട ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ ബ്രിഡ്ജൊക്കെ ഉണ്ട് മേലെ, കണ്ടില്ലേ? ഇതൊക്കെ ഫെസ്റ്റിവൽ നടക്കേണ്ടത് തോന്നുന്നു, അറിയില്ല, പോയി നോക്കാം കേട്ടോ. ഇവിടെ കണ്ടില്ല, അത്യാവശ്യം തിരക്കുള്ളൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടുത്തെ ഗ്രാമപ്രദേശത്തിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ,
ഇവിടുത്തെ ബാർബർ ഷോപ്പുകളുണ്ടോ? അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ളൊരു ഗ്രാമം ഉണ്ടോ, അതായത് ഒരു നാടൻ ഗ്രാമം. പക്ഷെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ഡ്രസ്സ് കാര്യങ്ങൾ, ചെരുപ്പിൻ്റെ കടകൾ കണ്ടില്ലേ, നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. ഇതൊക്കെയാണ് ഞാൻ തിരഞ്ഞ് നടന്നത്. അത് എൻ്റെ കൺമുന്നിൽ വന്ന് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. ഇവിടെ കണ്ടു എനിക്ക് പൊരി കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. അവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്, എന്തൊക്കെയോ അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അതിൻ്റെ തിരക്കും കാര്യങ്ങളും കേട്ടോ ആ ഭാഗത്ത് അല്ലേ. ഇവിടെ എന്തൊക്കെയോ വലിയൊരു കവാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം ആക്റ്റീവാണ്. അവിടെ എന്തൊക്കെയോ ഡ്രസ്സിൻ്റെയും അതുപോലെ തന്നെ ബാർബർ ഷോപ്പുകളുണ്ട് അവിടെ. അത് കാണുന്ന ബാർബർ ഷോപ്പാട്ടോ, കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ആ ഭാഗത്തിൻ്റെ ഒരു മേള നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറേ മിലിറ്ററി ഓഫീസേഴ്സൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. അത് മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തിരക്കുകളൊക്കെ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ എന്തൊക്കെ ഗ്രാമപ്രദേശമൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ, കണ്ടോ. നമുക്ക് ഞങ്ങൾക്ക് ഉള്ളിൽ പോകാൻ സമയമില്ല, തിരിച്ച് നടക്കാം കേട്ടോ. കുറേ പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവന്മാരെല്ലായിടത്തും ഉണ്ടാവും കേട്ടോ, കാണാൻ വരുന്നില്ല. എല്ലാ NH-ൻ്റെ നടുക്കൊക്കെ നിൽക്കണ കാണാം. ശ്രദ്ധിക്കാണ്ട് പോയി കഴിഞ്ഞാൽ തട്ടും മുട്ടും ചെയ്ത് നമുക്ക് തന്നെ പ്രശ്നം വരുള്ളൂ. ഇവർക്ക് ഒന്നും ആവില്ല, കണ്ടില്ലേ, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. നമുക്ക് ഇനി നേരെ പോകണം. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഇനിയൊരു 10-60 കിലോമീറ്റർ ഇനി യാത്ര ചെയ്യാനുണ്ട്. ഇവിടുത്തെ ഗ്രാമപ്രദേശത്തെ കാഴ്ചകളൊക്കെ ആട്ടോ ഈ കാണുന്നോണ്ടിരിക്കുന്നത് നിങ്ങൾ. അപ്പോൾ നമ്മൾ മേള നടക്കുന്ന അവിടെ നിന്നും പുറത്തിറങ്ങുകയാണ് കേട്ടോ. നമുക്ക് ഇനി ലെഫ്റ്റോട്ടാണ് പോകാനുള്ളത്. ഒരു 60 കിലോമീറ്റർ ഇനിയും ബിലാസ്പൂരിലോട്ട്. ഇന്നവിടെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ഐഡിയ ഇല്ല. ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ മേളൻ്റെ അവിടെ നടന്ന് കുറച്ച് നേരം ഈ ബസ് സ്റ്റോപ്പിൽ കുറച്ച് ഇരുന്ന് ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെയും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 59 കിലോമീറ്റർ കറക്റ്റ് ഇവിടുന്ന് യാത്ര ചെയ്താലേ ബിസാൽപൂരിലോട്ട് എത്താൻ പറ്റുള്ളൂ. നടക്കുകയാണെങ്കിൽ 15 മണിക്കൂർ, വണ്ടിയിലാണെങ്കിൽ 1 മണിക്കൂർ മതി. ഇതൊക്കെയാട്ടോ ഈ നാട്ടിൻപുറ കാഴ്ചകൾ വരുന്നത്. ദൂരത്തെ നിങ്ങൾക്കൊരു ജെയിൻ്റ് വീല് കറങ്ങണ കാണാൻ കഴിയും, ഉണ്ടല്ലേ. അവിടെയാണ് ഇപ്പോൾ മേള നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നടന്നിട്ട് കുറച്ച് ദൂരം എത്തി. ഇനിയും കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. വേറൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ ഹിച്ചേക്ക് ചെയ്യുമ്പോൾ വണ്ടികൾ കൂടുതൽ നിർത്തി തരുന്നതില്ലേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മാത്രമാണ്. അതായത് ഈ വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ തീരെ നിർത്തില്ല. അതായത് അത്യാവശ്യം കുറച്ച് പ്രായം ചെന്ന ആളുകൾ ചിലർ നിർത്തുന്നുണ്ട്. പക്ഷേ എൻ്റെയൊക്കെ ഒരു ഏജുള്ള ആളുകളൊക്കെ പെട്ടെന്ന് വണ്ടി നിർത്തി തരുന്നുണ്ട്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതൊരു മറ്റുള്ളവരെ ഹെൽപ്ഫുള്ളല്ല എന്നല്ല, പക്ഷേ അവർക്ക് അങ്ങനെ നിർത്തി തരാനുള്ള ഒരു മൈൻഡ് വരുന്നില്ല. എൻ്റെയൊക്കെ ഏജുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് വണ്ടി നിർത്തി തരുന്നത് എവിടെ പോകണം, ഭയങ്കര കമ്പനി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാഗിൻ്റെ വെയിറ്റ് കൂടി. ഇപ്പോൾ ഒരു 59 കിലോമീറ്റർ യാത്ര ചെയ്താലേ ബിസാൽപൂരിലെത്തുള്ളൂ. നമ്മളിപ്പോൾ സിംഗ, സിൽത്താര കൊണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ കടന്നു വന്നു. ഞാൻ അവിടേക്ക് എത്തിയിട്ട് ഇതുപോലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് എനിക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഒരു 10-40 കിലോമീറ്റർ ഒറ്റയടിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ട് ഒരാൾ മൂപ്പര് പോയി. നല്ലൊരു മനുഷ്യൻ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു മഠാപ്പാറ അങ്ങനെ എന്തൊരു സ്ഥലത്തിൻ്റെ ഹിന്ദിയിൽ എഴുതിയിട്ടുള്ളത് കഷ്ടിച്ച് വായിച്ചാട്ടോ. മഠാപ്പാറ എന്നാട്ടോ എഴുതിയിട്ടുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു ബയ്യ നമുക്ക് വീണ്ടും ലിഫ്റ്റ് വന്നു. അല്ലേ, നല്ലൊരു ഏരിയ. സമയം ഇപ്പോൾ 5 മണി ആവാറായി. ഇനിയും കുറേ ദൂരങ്ങൾ പോകാനുണ്ട്. ഇനി നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. നമുക്ക് എങ്ങനെയാലും ഒരു 8 മണിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ എത്തിക്കിട്ടിയാലും മതി. എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ള സംവിധാനം നോക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം നോക്കാം. ഇനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്, നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു ഭാരത് ബെൻസിലൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ബിലാസ്പൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുപ്പര് പകുതി വരെ പോകുന്നുണ്ട്. നമ്മുടെ ഈ വണ്ടി കയറ്റം കയറുമ്പോൾ ഭയങ്കര കുലുക്കമാണ് കേട്ടോ, കണ്ടില്ലേ. നിങ്ങൾക്ക് ഈ ചിലപ്പോൾ ഫോണിൽ ആവശ്യത്തിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, പക്ഷെ ഞാനിത് നല്ല കുലുക്കം കുലുങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മ ഒരു കുലുക്കോട്ടെ ഓരോ കുലുക്കുന്നത്, കാരണം വലിയ ലോഡാണ്. നമ്മുടെ ഭായി സഞ്ജയ് ഭായി, അതുപോലെ ഇതാണ് നമ്മുടെ ഭായി. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആള്, സൂപ്പറാട്ടോ. ചാനലൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുമ്പ് നമ്മൾ വ്ളോഗ് ചെയ്യാണെന്ന് പറഞ്ഞപ്പോൾ ഐഡിയ ഒക്കെ ചോദിച്ചു. വളരെ യാത്ര ചെയ്ത് ഭയങ്കര ഭയങ്കര നോക്കുക കുലുങ്ങുന്നുണ്ടല്ലേ നിങ്ങൾ. അമ്മ ഒരു കുലുക്കോട്ടോ കുലുങ്ങുന്നത്. അതായത് കയറ്റം കയറുമ്പോൾ മാത്രം ഭയങ്കര ഷെയ്ക്കാണ്. ഇറക്കുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ മൂപ്പര് ഡ്രൈവ് ചെയ്തിട്ട് മൂപ്പരൊക്കെ നാട്ടു ഓടിച്ചിട്ടുണ്ട്. എത്ര ദൂരം യാത്ര നടത്തിയ ആളെ ഇവരൊക്കെ. നമ്മളെ യാത്ര ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല. ഒരു ലോറിയിൽ
ഇരുന്ന് കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നൊരു സമ്മതിക്കണമല്ലോ അവരിനെ. അപ്പോൾ അപ്പം അങ്ങനെയാണ്. ഭയങ്കര കുത്തിക്കുലി ഫോട്ടോ ഒന്നും സഹിക്കാൻ കഴിയുന്നില്ല. നല്ല ചാട്ടം ചാടാണ്. എൻ്റെ ഫേസ് കണ്ടില്ല, ഫുള്ള് ഡസ്റ്റ് ആട്ടോ. ഒടുക്കത്തെ ഡസ്റ്റും ഭയങ്കര ഓയിലി ആയിട്ടുണ്ട്, അങ്ങനെ ഒട്ടുന്നുണ്ട്. ഇനി അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് എന്താ പറയുക, മുഖം കഴുകി ഫ്രഷ് ആവണം. വിലാസ്പൂരിലോട്ട് എങ്ങനെയൊരു ഈ ലോറി ഇപ്പോൾ ഈ കണ്ടീഷനിൽ ഈ ലോറിയിൽ പോവുകയാണെങ്കിൽ എങ്ങനെ ഒരു മണിക്കൂർ എടുക്കും സാധാരണ. ഇതിപ്പോൾ 1.5-1.25 മണിക്കൂർ എടുക്കും, കാരണം മെല്ലെ പോകാൻ പറ്റുള്ളൂ, ലോറിയാണ്. അപ്പോൾ മൂപ്പര് ഭയങ്കര കമ്പനി കേട്ടോ. കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനി, അടിപൊളിയാണ്. ഇതിപ്പോൾ നമ്മുടെ 2ാമത്തെ ലോറിയാണ്. ഏതായാലും നമുക്ക് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകൾ ഞാൻ വഴി കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ബിലാസ്പൂരിലോട്ട് 34 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും നട്ടിലിൻ്റെ ടവർ ബോൾട്ട് മൊത്തം പൊട്ടും. അമ്മാരി കുത്തി കുലുക്കോണ് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ കൈ തന്നെ ക്യാമറ അത്രത്തോളം കുലുങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ റോഡിൽ കൂടെ കുറേ പശുക്കളൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നാട്ടു റോഡിലൊക്കെ കുറേ പശുക്കൾ നിൽക്കണ കാണാം. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട്, കണ്ടില്ലേ? എൻ്റെ സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കുലുക്കുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഇത് കുലുങ്ങണുണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പേരറിയാത്തൊരു സ്ഥലത്തൊന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റേ ഈ വഴി പോയി നമുക്ക് ഇനി പോകാനുള്ള നേരെയാണ്. ഇനി ഒരു 20 കിലോമീറ്റർ യാത്ര ഉണ്ട് കേട്ടോ. അറിയാത്ത ഏതൊക്കെയോ ഒരു സ്ഥലത്തിൽ വന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനി പോയി നോക്കട്ടെ. സമയം ഇപ്പോൾ 5:30 ആയിട്ടുള്ളൂ. നമുക്കിനി ഒരു 7 മണിക്കുള്ളിൽ അടുത്തും വിചാരിക്കുന്നു. ഇവിടുന്ന് 20 കിലോമീറ്റർ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഏരിയ, ചെറിയൊരു ഗ്രാമപ്രദേശം. അവിടെയൊക്കെ വലിയ കുറേ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ബിലാസ്പൂരിലോട്ട് യാത്ര തുടങ്ങാം. പാവം ഇവിടെ കണ്ടില്ലേ ഫ്രണ്ട്സ്, ചെറിയൊരു മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പച്ചക്കറിൻ്റെ ഒരു മാർക്കറ്റ്. ഇതൊരു ഗ്രാമപ്രദേശം കണ്ടില്ല. ഇതിൻ്റെ ഒരു ഭംഗിയാണ് നിങ്ങൾ, എന്ത് രസമാണ് കാണാൻ. അത്രയും നല്ല ഭംഗിയുള്ളൊരു ഗ്രാമം, ഒരു നാടൻ ഗ്രാമം എന്നൊക്കെ പറയില്ലേ. ഭയങ്കര പൊടിപടലാണ് കേട്ടോ ഇവിടെ ഫുള്ളും. ഇതിൽ കൂടെ വേറെ ഇത് വഴിയൊക്കെ പോകുന്നുണ്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ടോ. ഇവിടുത്തെ അവസ്ഥ ഉണ്ടല്ലേ നിങ്ങൾ, ഫുള്ള് പൊടി കേട്ടോ. പൊടി എന്ന് പറഞ്ഞാലും ഓരോ അട്ടപ്പട്ടലും പൊടിയാണ്. നോക്കാം, അവിടെ എന്തൊക്കെയോ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ എത്തിയിട്ട് ഉണ്ടല്ലേ, ഫുള്ള് പൊടി പടലും. മഞ്ഞാണോ പൊടിയാണോ ഒരു ഐഡിയ ഇല്ല, രണ്ടും കൂടി മിക്സ് ആയിട്ട് എന്തോ ഒരു സംഭവമാണ്. ഉണ്ടല്ലേ, ആ ഭാഗത്ത് ഫുള്ള് പൊടിയാ. നല്ല ഭംഗിയില്ലേ കാണാൻ. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഇതാണ്ടോ ഇവിടുത്തെ ഒരു വിഷ്വലൊക്കെ നിങ്ങൾ, എന്ത് രസം കാണാൻ. അവിടെ എന്തൊക്കെയോ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് രസമല്ലേ. ഇവിടെ കണ്ടില്ലേ ഫ്രണ്ട്സ്, ഫുള്ള് മഞ്ഞ് പോലെ എന്തൊക്കെയോ. മഞ്ഞാണോ പൊടിയാണോ ഒരു ഐഡിയ ഇല്ല. കളർ അങ്ങനത്തെ കളറാണ്. ഒരു ചുവപ്പ് വരുന്നൊരു ഒരു മഞ്ഞ് വന്ന എങ്ങനെയാണ് അതുപോലെ ഉണ്ടോ ഇവിടുന്ന് കളർ കാണുന്നത്. ഇവിടുത്തെ ഒരു ഭംഗി നോക്കാം, എന്തോ രസമല്ല കാണാൻ. എൻ്റെ തൊട്ട് ബാഗിൽ കണ്ടോ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനാണ് കാണാൻ കഴിയുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, അടിപൊളിയുണ്ട് കേട്ടോ. എൻ്റെ താഴെ കണ്ടില്ല, വലിയൊരു പുഴയാണ്. വലിയ വെള്ളമൊന്നും അധികമായിട്ടില്ല. അവിടെ കുറേ ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഓ എന്ത് രസമല്ല, വേറെ ലെവലായിട്ടില്ലേ. അപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലം ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേരെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ വേറെ ലെവലില്ലേ കാണാൻ. ഒരു ഭയങ്കര ഒരു വൈബ് അടിച്ചൊരു സ്ഥലം. ആഹാ,
നമ്മളിപ്പോൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ലിഫ്റ്റ് അടിക്കണം. ഇനി 20 കിലോമീറ്റർ മാക്സിമം ഇവിടുന്ന് പോകാനുള്ളൂ കേട്ടോ, നമ്മുടെ ബിലാസ്പൂരിലോട്ട്. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. കാണുന്നതാണ് ബിസാൽപൂർ. അത്യാവശ്യം തിരക്ക് നിറഞ്ഞ ഒരു പ്രദേശമാണ് കേട്ടോ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 7 മണി മുമ്പ് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന വഴിക്ക് ഒരു 10-20 കിലോമീറ്റർ ഒരു ബ്രോ ലിഫ്റ്റ് വന്നു കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം വലിയൊരു സിറ്റിയാണ്. പിന്നെ നാളെ ഇലക്ഷനൊക്കെയാണ് കേട്ടോ, അതിൻ്റെയും കുറച്ച് തിരക്കുകളുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഇപ്പോൾ എന്തൊക്കെയോ സ്പെഷ്യലായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബിലാസ്പൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നാളെ ബിലാസ്പൂരിൽ നിന്ന് നമ്മൾ കോർബയിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് അടുത്തത് നമ്മൾ ജാർഖണ്ഡിലോട്ടോ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? പിന്നെയും ഒരുപാട് വിശേഷങ്ങളും വീഡിയോ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നും പറയുന്ന പോലെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.